നമ്മളെ സംബന്ധിച്ച് ഒരു പതാക ഉയർത്തലോ ഒരു ലഡു വിതരണമോ ഒരു പായസം വിതരണമോ മാത്രമാണ് സ്വാതന്ത്ര്യം. പക്ഷേ 80 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും അവരുടെ രക്തത്തിൻ്റെയും വിലയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് പല വിധത്തിലുള്ള കോളനി തമ്പുരാക്കളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട നാട് സ്വതന്ത്രമായിട്ടുള്ളത്. അവരുടെ സമർപ്പണത്തിൻ്റെ അവരുടെ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടെയാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും. ഓരോരുത്തർക്കും ഒരു പൗര എന്നുള്ള നിലക്ക് നമുക്ക് ചുമതലയുണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് കാവൽ നിൽക്കുക എന്നുള്ളത്. ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വിശാലമായ ജനാധിപത്യ രാജ്യം, ഏറ്റവും വിശാലമായ എഴുതപ്പെട്ട ഭരണഘടന തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേന്മകളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ ദൗർഭാഗ്യവശാൽ പട്ടിണിയുടെ കാര്യത്തിൽ, പോഷകാഹാരക്കുറവിൻ്റെ കാര്യത്തിൽ, തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ, അസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ, വർഗീയതയുടെ കാര്യത്തിൽ ലോകത്ത് റെക്കോർഡിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മറികടക്കണമെങ്കിൽ നമ്മളെല്ലാവരും പൗരസമൂഹം എന്നുള്ള നിലക്ക് നമ്മൾ വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് കേവലം ചടങ്ങുകൾ മാത്രമല്ല, നമ്മുടെ പൂർവികരുടെ ത്യാഗത്തിൻ്റെ സംരക്ഷണം അതുകൂടെ ഓരോ പൗരരെയും ഉണർത്തുന്ന ഒരു ചടങ്ങ് കൂടെയാണ് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ. നമ്മുടെ രാജ്യത്ത് നശിപ്പിക്കുന്ന എല്ലാ ക്ഷുദ്രശക്തികൾക്കെതിരെയും വർഗീയതയും അഴിമതിയും ഫാഷിസവും തമിർത്താടുന്ന നമ്മുടെ രാജ്യത്തെ അതിനൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയെ സംരക്ഷിക്കാൻ, നമ്മുടെ ഭരണഘടനയെ, അതിൻ്റെ മൂല്യങ്ങളെ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ളതിനപ്പുറത്ത് നമ്മളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് ഭാഷാപരമായി, സാംസ്കാരികമായി, മതപരമായി, ജാതിപരമായി വൈജാത്യങ്ങളുണ്ടാവും. പക്ഷേ ഞാനും നിങ്ങളും എന്ന രണ്ടറ്റങ്ങളിൽ നിന്ന് ഞാനും നമ്മളും എന്ന ഇഴകിച്ചേരലാണ് നമ്മുടെ ഇന്ത്യ. ആ ഇഴകിച്ചേരലിലേക്ക് പരസ്പരം എല്ലാ വൈര്യവും മറന്ന് ഒരുമിക്കുന്ന ഒരു ഇന്ത്യ നമുക്ക് സ്വപ്നം കാണേണ്ടതുണ്ട്. ആ ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ട്. അത്തരമൊരു ഓർമ്മ പുതുക്കലാവട്ടെ ഈ സ്വാതന്ത്ര്യദിനം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ 80ാമത് സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ജയ് ഹിന്ദ്. നമുക്ക് ഭാഷാപരമായി, സാംസ്കാരികമായി, മതപരമായി, ജാതിപരമായി വൈജാത്യങ്ങളുണ്ടാവും. പക്ഷേ ഞാനും നിങ്ങളും എന്ന രണ്ടറ്റങ്ങളിൽ നിന്ന് ഞാനും നമ്മളും എന്ന ഇഴകിച്ചേരലാണ് നമ്മുടെ ഇന്ത്യ. ആ ഇഴകിച്ചേരലിലേക്ക് പരസ്പരം എല്ലാ വൈര്യവും മറന്ന് ഒരുമിക്കുന്ന ഒരു ഇന്ത്യ നമുക്ക് സ്വപ്നം കാണേണ്ടതുണ്ട്. ആ ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ട്. അത്തരമൊരു ഓർമ്മ പുതുക്കലാവട്ടെ ഈ സ്വാതന്ത്ര്യദിനം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ 80ാമത് സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ജയ് ഹിന്ദ്.